ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സമ്പത്ത് ലഭിക്കുകയും അത് ശരിയായി വിനിയോഗിക്കുകയും ചെയ്യുന്നവന്റെ മഹത്വം ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. അഥവാ രണ്ട് കാര്യങ്ങളിലല്ലാതെ അസൂയയില്ല. ഒരാൾക്ക് അള്ളാഹു ഖുർആൻ നൽകി, രാപ്പകൽ ഭേദമന്യേ അദ്ദേഹം പാരായണം ചെയ്തു. മറ്റൊരാൾക്കോ അള്ളാഹു സമ്പാദ്യം നൽകി, രാപ്പകൽ ഭേദമന്യേ അദ്ദേഹം അത് വിനിയോഗിച്ചു. വിശദീകരണം എന്താണ്? അതായത് ഒരാൾക്ക് ഖുർആൻ പഠിക്കാനും ഹൃദ്യസ്ഥമാക്കാനും അള്ളാഹു സൗഭാഗ്യം നൽകി എന്ന് വെക്കുക. അയാൾ രാത്രിയും പകലും അത് പാരായണം ചെയ്യുകയും അതുകൊണ്ട് ജീവിക്കുകയും ചെയ്തു. അയാൾക്ക് ലഭിച്ചിരിക്കുന്നത് അസൂയാർഹമായ ഒരു പദവിയാണ്. അതുപോലെ മറ്റൊരാൾക്ക് അള്ളാഹു സമ്പാദ്യം നൽകി, രാപ്പകൽ ഭേദമന്യേ അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ അത് വിനിയോഗിച്ചു. അയാളും അസൂയാർഹമായ ഭാഗ്യം ലഭിച്ച ആളാണ്. അതിസമ്പന്നന്മാരുണ്ടല്ലോ, അവർക്ക് മാത്രം ലഭിക്കുന്നതല്ല ദാനധർമ്മത്തിൻ്റെ പ്രതിഫലം. എത്ര ചെറിയ ധർമ്മവും വലുതായി അള്ളാഹു പരിഗണിക്കുക തന്നെ ചെയ്യും. ഹദീസിൽ കാണാം, നല്ല സമ്പാദ്യത്തിൽ നിന്ന് ഒരു കാരക്കയോളം ധർമ്മം ഒരാൾ നിർവഹിച്ചാൽ അള്ളാഹു അത് വലുതായ ധർമ്മമായി സ്വീകരിക്കും. നല്ല സമ്പാദ്യം മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. പോറ്റുമൃഗങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പരിപാലിക്കും പോലെ ആ ദാനം ചെയ്തവന് വേണ്ടി അള്ളാഹു അത് പരിപാലിക്കും. ആ ചെറിയ ദാനം ഒരു മഹാപർവ്വതത്തോളം അള്ളാഹു വളർത്തുകയും ചെയ്യും. മറ്റൊരു ഹദീസ് നോക്കൂ. എല്ലാ മുസ്ലിമും ധർമ്മം നൽകണം, കയ്യിൽ ഒന്നുമില്ലെങ്കിലോ എന്ന് അനുയായികൾ ചോദിക്കുമ്പോൾ, അധ്വാനിച്ചുണ്ടാക്കിയ പ്രയോജനമുണ്ടല്ലോ, അതിൽ നിന്ന് സ്വീകരിക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും വേണം. അങ്ങനെ നിർവഹിക്കാൻ സാധിക്കാതിരിക്കുകയോ ചെയ്താലോ, അങ്ങനെയെങ്കിൽ അവലംബം ആവശ്യമുള്ളവനെ അവൻ സഹായിക്കണം. അങ്ങനെയും സാധിച്ചില്ലെങ്കിലോ, അവൻ നന്മ കൊണ്ട് കൽപ്പിക്കുകയും നല്ല കാര്യം അറിയിച്ചു കൊടുക്കുകയും ചെയ്യണം. അങ്ങനെയും സൗകര്യപ്പെട്ടില്ലെങ്കിലോ, എന്നാൽ അവൻ ആർക്കും ഉപദ്രവം ചെയ്യാതിരിക്കണം. അത് തന്നെയാണ് അവൻ്റെ ധർമ്മം. അഥവാ നന്മ എത്ര ചെറുതാണെങ്കിലും അത് വലുതാണ്. തിന്മ അത് എത്ര ചെറുതാണെങ്കിലും ഗൗരവമുള്ളതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ദാനധർമ്മങ്ങൾ ആരാധനയുടെ ഭാഗമായും ഒരു സംസ്കാരത്തിൻ്റെ വിലാസമായും ഇന്നും ലോകത്ത് പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും വലിയ സമൂഹം മുസ്ലിം സമൂഹം തന്നെയായിരിക്കും, അല്ലേ?